മുഖ്യമന്ത്രിയാണ് നട്ടാൽ കുറിക്കാത്ത പച്ചക്കള്ളം പറഞ്ഞത്. ആദ്യം എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? CA പൗരത്വ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ കോൺഗ്രസ് MP-മാർ കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി, അവർ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞു ഇല്ലേ? അപ്പൊ ഞാൻ, ശശി തരൂര്, NK പ്രേമചന്ദ്രൻ, ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ ബാക്കിയുള്ള കപിൽ സിബലൊക്കെ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള അംഗങ്ങൾ, കോൺഗ്രസിന്റെ അംഗങ്ങൾ അതിൽ ചർച്ചയിൽ പങ്കെടുത്തത് അതിന്റെ വീഡിയോ അയച്ചു കൊടുത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്. പിന്നെ അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി പൗരത്വ നിയമം എടുത്തപ്പോൾ വിദേശത്തായിരുന്നു, പിന്നെ പൗരത്വ നിയമത്തിനെതിരായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. പൗരത്വ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഹാജരായി, വിദേശത്തൊന്നും വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ഹാജരായി പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിന്റെ പാർലമെന്റിലെ രേഖകൾ ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു. പച്ചക്കള്ളം പറഞ്ഞ ആരാ? നട്ടാ കുറിക്കാത്ത നുണ പറഞ്ഞ ആരാ? പാർലമെന്റിൽ ഞങ്ങൾ എതിർത്തില്ല എന്ന് പറഞ്ഞു. 2019 കഴിഞ്ഞിട്ട് അന്ന് മുതൽ പൗരത്വ നിയമത്തെ എതിർക്കല്ലേ കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയുടെ ഞാൻ നിങ്ങളെ വേണമെങ്കിൽ വായിച്ചു കേൾപ്പിക്കാം. നാഷണൽ മീഡിയയിൽ 2019 മുതൽ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ, അതിനെതിരായി പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും നടത്തിയ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ. ഇപ്പോ എന്താ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പരസ്യമായി പ്രഖ്യാപിച്ചില്ലേ, പൗരത്വ നിയമം ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ഇല്ലാതാക്കും, ആ നിയമം ഇല്ലാതാക്കും എന്ന് പറയില്ലേ. എന്നിട്ട് മുഖ്യമന്ത്രി 35 ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം